ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഇന്ന് പലിച്ചക്ക് നീച്ചാണ്ട് അപ്പോൾ ചോറും കാര്യമൊക്കെ തീമിടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളപ്പം അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷാ കഴിയുമ്പോഴത്തേന് ചോറാവുമല്ലോ. പരിപാടി ഇവിടെ എന്താ പരിപാടി? എന്താ ഇത് നാളെ നോമ്പോക്കുണ്ടോ? ഇല്ലേ, നാളെ നോമ്പോക്കില്ലേ? ഇമ്മച്ചി ഇപ്പച്ചൊക്കെ നോമ്പോക്കാണ്. ഞാൻ കിണറ്റിന്ന് വെള്ളം മുക്കിയപ്പോൾ ആ ക്ലാസ്സിട്ട് ഇറങ്ങിയാണ്. അപ്പം ഇവിടെ തീ കൂട്ടിയേക്കണ്. പെൽച്ചക്ക് മറ്റൊന്ന് ഈ ചൊക്കെ സൂയിപ്പോയി. നമുക്ക് നല്ല തൊഴിലായിട്ട് തിന്നൽ ഇറക്കൂല. അപ്പോൾ അവിടെ ചൂടിനുള്ള വെള്ളം ഇപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം ഇങ്ങനെ കത്തിങ്ങനെ തുടങ്ങിയാൽ അപ്പം എല്ലാവർക്കും ഞങ്ങളെ അല്ലേ റമദാനായോ ചോദിച്ചോക്ക്, റമദാനായോ ചോദിച്ചോക്ക്, എല്ലാരും നോമ്പ് നോക്കുണ്ടോ ചോദിച്ചോക്ക്. നോമ്പ് എടുക്കണ്ട എല്ലാരും നല്ല കുട്ടിയായി നോമ്പ് നോക്കണം പറയും. കുട്ടിയായി നോമ്പ് നോക്കണോ? ആ അപ്പൊ ഇനി നമുക്ക് ചിലപ്പോ ഇനി ഇതിന്റെ ബാക്കി അറിയണത് ഞാൻ ഇപ്പോൾ ഒരു വെറുതെ ഇൻട്രോ കൊടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് പെൽച്ചക്ക് കാണാം. ചോറും കാര്യമൊക്കെ ആയി, താളിപ്പും കാര്യമൊക്കെ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ഉണ്ടാക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇനി കൊച്ചയുണ്ട് കാണാൻ പറയും. ഇങ്ങോട്ട് കാണാം. ഞങ്ങനെ പെലച്ചായി ചില പോയി ചെറിയപ്പോ എന്ത് തപ്പണ കാടൊക്കെ ഓടണ്ടേ? കാട അങ്ങനെ സാധനങ്ങളും കാര്യം വെച്ച് അതിനോട് കുത്തിരിക്കട്ടോ. ഞാൻ എനിക്ക് ഏകദേശം കഴിയാനായി. മൃഗാളെ ചൊറിഞ്ഞു മാതിരി തോന്നുന്നു. ഞാൻ 5:30 10 മുന്നേ അപ്പൊ എന്നൊക്കെ പറഞ്ഞത് നല്ല നോമ്പായിട്ട് അല്ല, ഒന്നാമത്തെ നോമ്പായിട്ട് നല്ല നോമ്പായിട്ട് മനസ്സും ശരീരവും ശുദ്ധം. ശരീരം ഭക്ഷണമൊക്കെ ഇങ്ങനെ ആകുമ്പോ ശരീരം ശുദ്ധമാവുമല്ലോ. വല്ല കള്ളോ സിഗരറ്റ് എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ആവുന്നു. എല്ലാവർക്കും റമദാൻ മുബാറക്. 10 കഴിഞ്ഞിട്ടിയ സുഖാലേ. പിന്നെ ശരിയാ, ഇന്നും നാളെയൊക്കെ പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നെ ശരിയാ, ഇപ്പൊ പൊരുത്തപ്പെട്ടില്ലേ? ചെറിയ ഭയങ്കര ബുദ്ധിമുട്ടാ. കാലം നേരത്തെ ഇങ്ങനെ തിന്നാൻ കിട്ടിയല്ലേ. തടി ഒന്ന് പറഞ്ഞു അവിടെ മൈരുവിന് കാള വെച്ചെടുക്കുന്ന ഒറ്റ കാലത്തങ്ങനെ പിന്നെ അവിടെ പറയാനാണ്. പിന്നെ അവിടെ പറയാനാണ്. അതും ജ്യൂസ് മാത്രം, ചായ കാട്ടൊന്നും ഉണ്ടാക്കുന്നില്ല വൈകുന്നേരം. ഉണ്ടാകില്ലേ? ആദ്യം നിങ്ങൾക്ക് തടിയുണ്ട് ചേച്ചി, ഞങ്ങളെന്തിനാണ് ഓവറായിട്ടുള്ളതൊന്നും വേണ്ട. ഇതിന് വേണ്ടി വരും. ഒരാൾക്കൊരു സമൂസ, പത്തിരി മാണെങ്കിൽ മതി. പത്തിരി വേണ്ടേ? അല്ലേ അല്ലെങ്കിൽ നോമ്പുകളൊക്കെ പിന്നെ അത് തിന്നാന് വെള്ളം കുടിച്ചുമ്പോ തന്നെ വേറെ ഫുള്ളാവും. അങ്ങനെ നോമ്പ് വെക്കാൻ അത് നീച്ചുണ്ട് കേട്ടോ. എന്താണ് എന്താ ഞമ്മള് ഉറങ്ങാ ഇല്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ കടവാതിലും തുറന്നപ്പോ പടിവാതിലും തുറന്നു അല്ലേ? അല്ലേ? എന്താ വൈകിയത്? നോമ്പ് കഴിഞ്ഞില്ലപ്പോ? നോമ്പോക്കുണ്ടോ? 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 ഉണ്ടോ? എന്നാ കുറച്ച് ചോറല്ലേ? ചോറെടുക്കട്ടെ? ചോറട്ടെ? ചോറട്ടെ? നോമ്പോക്കുണ്ടോ? എത്ര നോക്കണ്? 5 10 ഒരു ദിവസം 5 നോക്കണ്ടോ? അപ്പൊ ഏതായാലും ഒക്കെ കേക്ക് കഴിഞ്ഞില്ലേ?
അപ്പൊ ഇനി ബാങ്ക് കൊടുക്കാനായി. അപ്പൊ ഇനി നേരെ പള്ളിക്ക്. അങ്ങനെ വെള്ളം കുടിച്ചാണ് ഒരാളൊക്കത്തുണ്ട്. അതോ ഇനിയാണോ വെള്ളം? അത് മതിയോ? വൈകുന്നേരം വരിക വെള്ളം? വൈകുന്നേരം വരിക വെള്ളം മതിയോ? ആ ഞാൻ ഓർമ്മല്ലേ ആ പള്ളിയിൽ പോകാനായിട്ടുള്ള ദിവസം പള്ളിയിൽ എന്തിനാ പോകാൻ? അല്ല പള്ളിയിൽ എല്ലാവരും പോകുന്നുണ്ട്. നിസ്കരിച്ചാനല്ലേ? വഴി പോകണം. നിസ്കരിച്ചിട്ട് വരട്ടോ. തണുപ്പാണ് തണുപ്പാണ്. ഉറങ്ങിട്ടോ. അങ്ങനെ ഇപ്പൊ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിട്ടാണ്. നീച്ചാല് സ്വീപ്പാണ്. ഞാൻ നീച്ചല്ലേന്ന് വിചാരിച്ചു. നീച്ചാണെങ്കിൽ നമ്മളെ തിന്നും എന്തായാലും അവർക്ക് വരാൻ നീച്ചാനായിട്ട് കിട്ടാനുണ്ടോ. അറിയാൻ തിന്നുമ്പോഴൊക്കെ അപ്പൊ നീച്ചല്ലേന്ന് പറഞ്ഞിട്ടാണ് പാത്രം കൊണ്ടുവച്ച് അപ്പൊ തന്നെ നീച്ചിരുന്നു. അപ്പൊ ഇനി ബാങ്ക് കൊടുക്കണം. ചെറിയ പള്ളി പോകാൻ വേണ്ടിട്ടാണ് അല്ലേ? ഇനിയിപ്പോ കാലമായിട്ട് വഴിയൊന്നുമില്ല. സ്റ്റേഷനോ കിട്ടാനോ ഓടണോ. ആ ഓനും പോകുന്നത്. പിന്നെ അതൊന്ന് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കണം. തർക്കില്ല. അടിച്ചൊരു തോതി പണിയും കാര്യമൊക്കെ കഴിച്ചിട്ട് രാവിലെ ഓന് നമ്മക്കില്ലേലും ഓന് പിന്നെ തിന്നാനും കാര്യമൊക്കെ ഉണ്ടാക്കാണ്ട് നേഴ്സറി ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് ചെറിയപ്പോ പള്ളിയിലൊക്കെ പോയി വന്ന് കുറച്ചതിന് കാണാം അല്ലേ? ആദ്യം പോയി എന്നിട്ട് കാണാം. കാറ്റോട്ട് എങ്ങടെ പോണ്? പള്ളിക്ക്. എന്താ അവിടെ? എന്താ അവിടെ? ലൈറ്റ് ഇട്ടിക്കണ്. നേരം വെളുത്തിട്ടില്ല കേട്ടോ. ഇഷ്ടണ്ടോ? എന്ത്? എന്ത്? എങ്ങോട്ടാ പോണേ? എവിടക്കാ നമ്മള് പോണത്? എന്തിനാ പോണത്? എങ്ങനെ നിക്കഷ്യാ? നോമ്പുണ്ടോ? 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 കൊടുക്കുന്നത് അങ്ങനെ പോലെ പോയിക്കണ്. ഞൂല് വരുമ്പത്തിന് എന്താ പറയുക, ഞാൻ എല്ലാ നോമ്പിനും ഒരർത്ഥം അല്ലെങ്കിൽ 1.5 ആ ലെവൽക്ക് ഞാൻ ഖുർആൻ ഓതലുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഓതലുണ്ട് കേട്ടോ. ആണ് ഉമ്മാടെ ഇങ്ങനെ കണ്ട് ഉമ്മ ചെറുപ്പത്തിലെ എങ്ങനെ ചെയ്തരും മറ്റേ ഖുർആൻ തോന്നിപ്പോയിക്ക് പറഞ്ഞത് ഇമ്മ അന്നേ ഇങ്ങനെ എന്താ പറയുക ഖുർആൻ ഫുള്ളാക്കാൻ പറയും. അപ്പോൾ പിന്നെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ പഠിച്ചോണ്ട് ഇതൊക്കെ നല്ല ചെയ്ത് നടക്കണേന്ന് പറഞ്ഞിട്ട് ആ അർത്ഥം കൂടി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് തരലുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഈ നോമ്പിൻ്റെ ടൈമിൽ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് എക്സാം തന്നെയാണ്. മാർച്ചാണ് തോന്നുന്നുണ്ട്. മാർച്ച് ഏപ്രിൽ ആ ടൈമിലേന്. അവൻ അന്ന് നോമ്പും എക്സാമും ഒക്കെ പാടായിട്ട് മഞ്ചേരി പോകണമെന്നൊക്കെ ആ വീഡിയോ ഒക്കെ കാണുന്നവർക്കാണ്. പിന്നെ അതേമാതിരി കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മൾ ഈ നോമ്പിൻ്റെ ടൈമിലാണ് ഞങ്ങളുടെ ചാനൽ എന്താ പറയുക കയറിയത്. മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയതും നമ്മൾ കുറേ എന്താ പറയുക കുറേ ആൾക്കാർക്ക് വീഡിയോ എത്തലും തുടങ്ങിയതൊക്കെ ഈ ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നെന്താ കാര്യമായിട്ട് പരിപാടിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും പോണതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടുത്തെ പണി കഴിഞ്ഞ് എങ്ങോട്ടും പെരുകി പോകുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പെരിയത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടുത്തെ പണി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആൾക്കാർ നോമ്പ് തുറക്കാനൊക്കെ അറിയുന്നത് പണി. അപ്പം നേരായാലും കുറച്ചേരം പോകാനൊക്കെ ഓടി നിസ്കരിച്ച് ഇരിക്കട്ടെ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മള് വിശേഷപ്പെട്ട ദിവസത്തിന്റെ തലേന്നാണെന്ന്. നാളെ റമദാൻ 1 ആരംഭിക്കുകയാണ് അല്ലേ?
ഇന്ന് അതിന്റെ തലേന്ന് ഏതായാലും നമ്മളെ നോമ്പ് അങ്ങനെ വന്നു. മാഷാ അല്ലാ. നോമ്പക്കൂലേ? പെലച്ചക്ക് ഈച്ചണ്ടേ? മറ്റോന അവിടെ കേട്ടോ, അവിടെ പെരിയിലാണ്. അപ്പൊ നമ്മളെ പെലച്ചക്കുള്ള എന്തൊക്കെയാ വെച്ചാല് ചീരന്റെ ഇല ഉണ്ട്. അതാ ചായ എടുത്താ ആകെ 2 ഇല ഉണ്ട്. അത് താളിച്ചും ചിക്കൻ പൊരി ഉണ്ട്. ഇതില്ലാതെ എന്ത് പെലച്ചലമാ? ഒരു മീൻ പൊരിയോ ഒരു കോഴിപ്പൊരിയോ ചിക്കൻ പൊരിയോ എന്തെങ്കിലും വേണം നമുക്ക് ആ ചോറൊക്കെ അതിലേ പോണറിയില്ല, അല്ലെ പെലച്ചക്ക് തിന്നാൻ വെക്കൂല. താളിപ്പും ഇതേപോലെ എന്തെങ്കിലും പൊരി ഉണ്ടെങ്കിൽ പൊരി വേണം. പിന്നെ ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കുന്നത് താളിപ്പിനല്ലേ. ഉപ്പേരിയോ? ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? പയറുപ്പേരി ഉണ്ട്. അപ്പൊ പെലച്ചക്കിന് ചിലവർക്കൊന്നും ചോറ് തിന്നാൻ വെക്കൂലേ. നമുക്ക് ചോറ് വേണം, കടിയാ തിന്നാൻ വെക്കുള്ളൂ. അപ്പൊ എല്ലാ പേരിലും ഇപ്പൊ പെലച്ചോറ് ഉണ്ടാക്കാതെ തിരക്കിലേക്കാറും അല്ലമ്മ? ഒക്കെ ഉണ്ടാക്കിയേക്കൂട്ടോ, പിന്നെ ചൂടാക്കലാണ് പെലച്ചക്ക് ചൂടാക്ക. ചിലോല് പെലച്ചക്ക് നീച്ച ഉപ്പേരിയും ഇതൊക്കെ ഉണ്ടാക്കല്ലേ. ആ ഉറക്കപ്പിച്ചിൽ എങ്ങനെ ഉണ്ടാക്കാൻ വെക്കാം നമുക്കറിയില്ല. ഒക്കെ ഉണ്ടാക്കിയത് പിന്നെ ചൂടാക്കിയാ മതിയല്ലോ. അപ്പൊ അതൊക്കെയാണ് സംഭവം. ആ പപ്പടം വേണം. ഒന്നിലോ 2. പിന്നെ റമദാന് 1 കഴിഞ്ഞു 2 കഴിഞ്ഞു 3 കഴിഞ്ഞു 4 കഴിയുമ്പോത്തിന് ഉപ്പേരിയൊക്കെ ഇല്ലാതാവൂലമ്മ. മുരിങ്ങ ഉണ്ടെങ്കിൽ മുരിങ്ങ താളിപ്പും ഇതേപോലെ കോഴിപ്പൊരി എന്താണ് 30 വരെയല്ലേ നമ്മളെ ഭക്ഷണം. ചോറൊക്കെ ആയില്ലേ? ചോറ് വെക്കുകയാണ്. ഇത് നമ്മളെ താളിപ്പാട്ടോ, കഞ്ഞിൻ്റെ താളിപ്പ്. ഏതോ നാട്ടിലൊക്കെ ഈ താളിപ്പ് ഇല്ലാന്നാ പറയുന്നത്. ഓരോ നാട്ടിലൊന്നും താളിപ്പ് തന്നെ ഇപ്പൊ സംഭവം തന്നെ അല്ലല്ലോ. നല്ല രസാണ് ചോറ് കൂട്ടി തിന്നാന്. ഒന്നും തിന്നാ പോകൂല. നോമ്പ് തുറക്കുമ്പോ എന്തൊക്കെ ഉണ്ടാക്കണടാ നീ? എന്നെ നോമ്പ് നോറ്റാണ്ടൊന്നും ഉണ്ടാക്കാൻ വെക്കൂലടാ. ആ കുട്ടീനെ നോക്കി മണ്ടി വന്ന് നോക്ക്, കുട്ടി പരക്കുണ്ടോ? അത് കുറ്റിയല്ലേ? ആ കുറ്റി എടുക്കും. ഇതാണ് മണ്ടി വരും. കുറ്റി എടുക്കണോ? തിന്നാ മതി. കഴിഞ്ഞ ഈ മാസം തന്നെ ഇനിയില്ലേ നോമ്പ്? മാർച്ച് 1 കഴിഞ്ഞോണ്ട്. ആ ടൈമിലാണ് ഞങ്ങള് എക്സാം എഴുതാൻ പോകുന്നത് കേട്ടോ. ലാബിന്റെ എക്സാമും ഒക്കെ ആ ടൈമിൽ തന്നെ നോമ്പ് നോറ്റു മഞ്ചേരി വരെ അങ്ങനെ പോയി. നമുക്ക് എന്താ ബസ് യാത്ര അങ്ങനെ ആ ടൈം ഇനി ഈ മാർച്ചിൽ തന്നെ ഇനി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പള്ളിയിൽ ഉണ്ടായത് തോന്നുന്നു. ആ മാർച്ച് ലാസ്റ്റ് ആ പരീക്ഷന്റെ ഒക്കെ ടൈമിലാണ്. 3 ചങ്ങായിമാരായിട്ട് ഇന്ത്യത്തിട്ട് പോയി. ഉമ്മാന്റെ അടുത്ത് ഇപ്പൊ നേരത്തെ സമയം പറഞ്ഞിട്ടുള്ളൂ. 3 എണ്ണത്തിന് ഇമ്മാന്റെ അടുത്തിട്ട് പോയിക്കണ് പരീക്ഷ എഴുതാന്. വരുമ്പോത്തിന് ഇമ്മാനോട് കൊന്നുകണ്. ചിക്കൻ കരിന്റെ കയ്യില്. അത് ആദ്യത്തെ നോമ്പിലുണ്ടാവുള്ളൂ കേട്ടോ എത്രയൊക്കെ കഷ്ണങ്ങള്. പിന്നെ അത് ഇല്ലമ്മ പിന്നെ കുറഞ്ഞ് ഒരു 4-5 എണ്ണം ആവും. പിന്നെ അങ്ങനെ തിന്നാൻ മതിയല്ലോ. ഞാൻ 4 3 4 കുട്ടിട്ടാ ഇതാണേ ഇതാണ് ജലദോഷം തുമ്മലാണ്. താളിപ്പ് റെഡി ആയില്ലേ? താളിപ്പ് റെഡി. ഇത് ചോറ് തുമ്മല. ഇതെന്താ? ആ സമൂസന്റെ ഓല. മറ്റെന്താ കാരക്കെ? നിങ്ങള് മരുന്ന് കൊടുന്നോ? പാരസെറ്റാമോള് കുന്മാനെ പാരസെറ്റാമോള് കൊടുന്നോ?
പാരസെറ്റമോള് ഇത് രണ്ട് കുടിക്കണം. ഗ്യാസിന്റെ ഗുളികയുണ്ട്, പാരസെറ്റാമോള്. എന്നാലും തലവേദന മാറിയോ? ഗ്യാസിന്റെയും പാരസെറ്റാമോളും കുടിച്ച തലവേദന മാറിയേ. പാരസെറ്റാമോള് വേറെ ഗുളിക. ആ നാളെ നോലുമ്പല്ലേ? നോക്കണ്ടേ? കുന്മാനെ നാളെ നോലുമ്പല്ലേ? അടുത്ത പണിയൊക്കെ കഴിഞ്ഞ പെരീത്തെ പൊടിയൊക്കെ കുടിച്ചിരുന്നുല്ലേ? ഇതൊട്ടിയേ എന്റെ വർത്താനം ഇപ്പൊ താളിപ്പില് മുക്കി പറഞ്ഞ് കുളിപ്പിച്ച് കുട്ടിയില്ലാതാവും ഇപ്പൊ. ആഗ്രഹം ആ തിന്നണ നേരത്തെ തിന്നാൻ വെക്കൂരമ്മ. അങ്ങനെ മസാലന്റെ അല്ല സമൂസ ഉണ്ടാക്കാലോ ഓലൊക്കെ പറഞ്ഞു. നോമ്പുറക്കാല കാരക്ക അങ്ങനെ നമ്മളെ പെരച്ചയക്കാണ്. പെലച്ചക്ക എല്ലാരും മുഖം ഒരു പ്രത്യേക മുഖയിക്കാറും ഇല്ലമ്മ. രാവിലെ നീച്ചുമ്പോ ഒരു പ്രത്യേക മുഖയിക്കാറും. അപ്പൊ ടൈം കൊറേ നേരമായി നോക്കണം, അലാറൊക്കെ വെച്ചിക്കണ നമ്മള്. പക്ഷെ അടിച്ചിട്ടൊന്നുമില്ല. അതിന് മുന്നേ ആയോ നമ്മ ഇടക്കിടക്ക് നീച്ചു നോക്കണ്ട. ഫസ്റ്റത്തെ ആകുമ്പോ അങ്ങനെയൊക്കെ ഒരു തൊരയാണ്. അപ്പൊ എന്തായാലും നമ്മള് സാധനങ്ങളൊക്കെ ചൂടാക്കൽ തുടങ്ങിട്ടോ. എല്ലാ പേർക്കാരും നീച്ചിട്ട് ഇപ്പൊ സമയം 4:30. ഇപ്പൊ നീച്ചിട്ടില്ല. അപ്പൊ അതിനൊക്കെ ചൂടാക്കി കഴിഞ്ഞിട്ട് വിളിച്ചാണ്. എന്താ മുണ്ടാത്ത? എന്താ പറയാല്ലേ? കൊല്ലത്തെ നോമ്പ് കഴിഞ്ഞല്ലത്തെ നോമ്പൊക്കെ ഇപ്പൊ നോറ്റിക്കണില്ലേ? ഇപ്പൊ എല്ലാ നോമ്പ് നോറ്റിക്കോ. നോമ്പ് നോക്കൂട്ടോ. മരുന്നും കാര്യങ്ങളും കുടിച്ചാണ്ടെങ്കിൽ പലിച്ച കുടിച്ചു. പിന്നെ നോമ്പ് തുറന്നിട്ട് കുടിച്ചുള്ളൂ. ഉച്ചക്കത്തൊന്നും കുടിച്ചില്ല. എന്തായാലും നോമ്പൊന്നും കളഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ്. എല്ലാരും പലിച്ചക്ക് നീച്ച് കാണും. ആദ്യത്തെ നോമ്പാണ്. അപ്പൊ ചായക്ക് വെള്ളം വെച്ചു. ആ ചെറിയ ടേബിൾ ഇവിടെ ഇട്ടാതീനിമ്മ പുറത്ത് ചോറുന്നാന്. ആ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കാട്ടിക്കേനി. സാധനൊക്കെ അവിടെ എവിടെയും മാറ്റേണ്ടി വരും. പയറുപ്പേരിയും ചിക്കനും താളിപ്പൊക്കെ ഇവിടെ ഉണ്ട്. ചോറും നോമ്പിന് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുളിയേക്കാരം. നമ്മളാരും വിളിച്ചിട്ടില്ലല്ലോ. സമനോടൊക്കെ വിളിച്ചാൻ പറഞ്ഞു. നേരത്തെ കുടിച്ചപ്പടി നമ്മളവിടുത്തെ ഈ ടേബിള് അങ്ങോട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ. എല്ലാവർക്കും അവിടെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ കൊലയുമ്പോ അവിടേക്ക് കൊണ്ടുപോകണം. ഇവിടെ ഇട്ടാല് അടുക്കളയിൽ നിന്ന് തന്നെ തിന്നല്ലേ. സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുക. അതൊക്കെ രാവിലെ ശരിയാക്കഞ്ഞി ഒക്കെ വേറെ മക്ക. കുട്ടികളെ ബുക്കും ഇതാ തൈറോയിഡിന്റെ അല്ലേ? കുടിച്ചിട്ടില്ല. എന്തേപ്പ മറന്നത്? അല്ലെങ്കിൽ ഇന്ന രാവിലെ ഒന്നും ചീത്ത അറിയുന്ന കേട്ടോ തൈറോയിഡിനെ കുറിച്ച് പറഞ്ഞോണ്ട്. അതിന്റെ ചോട്ടിലും ഉണ്ടല്ലോ ഒരു സാധനങ്ങൾ. ശരിയാ കുറിച്ച ഒരു വാങ്ങി. അടിച്ചിന്.
ഇവിടെ ഇന്ന് തിന്നും ചെയ്യാ. ആ കൊലായ ആകെ പരത്തണ്ട. നീച്ചണ്ടേ? അയക്കണ്. ആ 4:45 ഇപ്പൊ മുഖത്ത് മുണ്ടിരുന്ന എന്താ വെച്ചാല് ഫാന് ഏത് തണുപ്പത്തോടും ഇടും ചെയ്യും. അപ്പൊ കാറ്റ് മുഖത്ത് തട്ടാക്കാന് വല്ല നീച്ചോളിട്ടോ. ഋതുവാ ഇന്നലെ നിലത്താ കടന്നേ. ഇതട്ടിയേ നോമ്പൊക്കണ്ടേ? നോമ്പൊക്കണ്ടേ? നീച്ചി നോമ്പൊക്കണ്ടേ? നേരെ ബാ 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 നീച്ചി ബാങ്ക് കൊടുക്കാനായി കിട്ടോ. നീച്ചോ ബെരി പല്ലേക്കാൻ അല്ലാതെ കേട്ടോ. കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാധനങ്ങളൊക്കെ ചൂടാക്കിയത് നമുക്ക് ഇവിടേക്ക് വെക്കാം. ചിക്കൻ്റെ എണ്ണം കുറഞ്ഞോ? ഇന്നലെ പൊരിച്ചപ്പോൾ കുറേ ഉണ്ടേനി. നമ്മൾ ചട്ടി കൊടുക്കനെയാണ് ഒക്കെ വെക്കൽ കേട്ടോ. ഇനി വേറെ പാത്രം അതിനായിട്ട് എടുക്കണ്ട എഴുതിയുണ്ട്. അപ്പോൾ മേമ്പാതുവാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോറ്റീന് ഉച്ചവരെയൊക്കെ. പിന്നെ ഇങ്ങനെ ഇതില്ലാത്തോണ്ടേ പ്രതിരോധ ശേഷി കുറവാണ്. അപ്പൊ പെരും ഛർദിയാണ്. ഛർദിച്ചാണ്ട് നോമ്പ് മുറിച്ചോന്. എടി ഇന്നോളി എന്താ പറയല്ലേ? എന്താ പറയല്ലേ? ഇന്നത്തെ നോമ്പ് ഫുള്ളാവുമോ? ഛർദിച്ചോ? അങ്ങനെയൊക്കെയാണല്ലേ നമ്മളെ നോമ്പ് വന്നു. നോമ്പ് ഫുള്ള് കഴിഞ്ഞ പെരുന്നാളാണ് അല്ലേ? ചോറ് തുടങ്ങി. മതി നല്ലോണം തിന്നോ. എന്നാലേ കൊറേ നേരം നിക്കാൻ വയ്ക്കുള്ളൂ. ഞാനും അനൊക്കെ കുറച്ച് തിന്നുള്ളൂ കേട്ടോ. ഞങ്ങള് കുറച്ചായി പോത്തിന് തുടങ്ങും. എന്താ കൊയങ്ങി ആകെ പൊടുത്തും പൊടും. ഞാനും വേണ്ടാതിരി തന്നെ. ഇപ്പൊ എൽച്ചക്ക് അത്യാവശ്യം തിന്നാൻ വെക്കണവർക്ക് കുറച്ച് ഊർജം ഉണ്ടാവും. ഒരു പ്ലേറ്റ് കൂടി വേണ്ടേ? കറിയില് കയ്യിലില്ല. ഇപ്പൊ വിളിച്ചോ? ഏതാണോ ശീതന്തര ഒക്കെ പറഞ്ഞു. കോഴിത്ത് തന്നു ശരിയാണോ? ചിക്കൻ തിന്നാനാണ് കാര്യമായിട്ട് വന്നിക്കണത്. ആണോ? പപ്പടം എടുത്തോ? നമുക്ക് താളിപ്പുണ്ട്, പേരുണ്ട്. എന്നിട്ടോ ഒന്ന് ഇത്രയൊക്കെ ഉണ്ടാവും. ചെലപ്പോ നാളെ അത്രയൊന്നും ഉണ്ടാവൂല. അപ്പൊ എല്ലാരും വരിയിലും ഇന്ന് നോമ്പ് നോക്കാല്ലേ. കറികൾ എന്തൊക്കെയാണെന്ന് പറയോണ്ടി. അപ്പൊ നമുക്ക് വിസ്മല്ലി തിന്നാ കേട്ടോ. തിന്നോട് വിളിച്ചാ മാപ്പ.
ഞാനെപ്പ പല്ലേച്ച് വന്നിക്കണ്. പിന്നെ നമ്മളെ കട്ടൻ ചായ മെയിനാട്ടോ ഇതില്. കട്ടൻ ചായ എല്ലാവർക്കും വേണം. വിളിച്ചിട്ടുണ്ടോ? ഇത് ഉമ്മാക്കില്ല ചായ, മധുരം ഇടാത്ത. ഉമ്മാക്ക് ഷുഗർ ഉണ്ടായോണ്ട് മധുരം പറ്റൂല. ദൂസെ തിന്നോ? അന്റെ കഴിയൂല. ഞാൻ തിന്നോ? അന്റെ ഇനി കഴിയൂല. ആ കറി കഴിച്ചു കൊടുക്ക്. അപ്പൊ എല്ലാരും തൈറോയിഡിന്റെ മരുന്ന് രാവിലെ കുടിച്ചിട്ടോ. എന്താ വെള്ളം വേണ്ടേ? അടുപ്പുണ്ട്, പേരുണ്ട്. കിട്ടിയിരുന്നോ? ഇരിക്കട്ടെ. ഒറ്റക്കുന്ന് വാരിക്കൊടുക്കും. എങ്ങനെ ഒരു ചോർന്നട്ടെ. ഉമ്മാന്റെ മധുരമിടാത്ത ചായ ഇത്. തിന്നേ ആർക്കാക്കുന്ന ചായ. ചിക്കൻ വലിച്ചു കുത്തിരിക്കണ്ടേ ഇനി ചോറ് താളിപ്പറഞ്ഞത്. താളിപ്പില്ലാതെ എന്ത് നോമ്പ് മതി. അത് നിങ്ങളെ ചോറല്ലേ, എന്റെ ഇതാണ്. നീ കുറച്ച് പറഞ്ഞാൽ പത്തിരിയാ. ആദ്യത്തെ നോമ്പല്ലേ, ഇന്ന് പത്തിരി ഇടല്ലേ. പത്തിരിയും ചിക്കൻ കറി. പിന്നെന്താ സമൂസയില്ലേ? ഇപ്പൊ പണ്ട് ചെറുപ്പത്തില് നോമ്പ് നോക്കാത്തന്ന് നോമ്പ് തുറക്കാനായിട്ട് കുത്തിരിക്കും. ബാങ്ക് കൊടുക്കാനായോ എന്നിട്ട് ടേബിൾ മക്ക് വന്നുകാണ്ട് ഞാൻ നോമ്പ് വെച്ചു. അതില് ഒരിക്കലും ചായ കുടിച്ചത് കേട്ടോ. ഞാൻ പല്ലിച്ച് അപ്പം പഞ്ചായത്ത് നിന്നിട്ടുണ്ട്. അതില് കാക്കും ഇതേ നോമ്പ് കള്ള നോമ്പ്. ചെറുപ്പത്തിൽ ടേബിൾമ ബാങ്ക് കൊടുക്കാൻ നേരത്ത് വന്ന് കുത്തിരിക്കും. എന്നിട്ട് സമൂസ ആർക്കും തരൂല, വത്തക്ക ആർക്കും തരൂല, ഒക്കെ ഓലന്നത് തിന്നു, ഓനും മറ്റോനും. അങ്ങനെ പരിപാടി ഉണ്ടായിന്. നോമ്പ് തോറ്റൽക്ക് തിന്നാൻ വയ്ക്കൂലടാ. അപ്പോത്തിരില്ലൊക്കെ തിന്നു. പാക്ക അത് നിങ്ങളത് മറ്റേ നിർത്തുള്ളൂ. 5 നോറ്റിന് അപ്പൊ ഛർദിച്ചു. ചോറിനാട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കഴിയാനായിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഉമ്മ അപ്പാക്ക് വാരിക്കൊടുത്ത് ഉമ്മാൻ്റെ കഴിയാനായി. ബെഡി ഉണ്ട് ഇഞ്ഞു നിൽക്കണ്ടവളെ. എന്താ കഴിച്ചാത്ത് വേ തിന്നപ്പോ വാങ്ങി കൊടുക്കും. അലാറം അങ്ങനെ അടിച്ചിട്ട് അങ്ങനെ കുട്ടീൻ്റെ അടുത്തല്ല അലാറം. ഫോണ് ഇതൊക്കെ പോയോ നിർത്താ ഫോണ്. എന്റെ ഫോണേ അച്ഛമാൻ്റെ അപ്പുറത്തുണ്ട്. ഒന്ന് വെല്ലെടുത്ത് കൊണ്ട അപ്പൊ നീച്ചല്ലേ. അതിന്റെ ഒച്ചയിട്ടേക്കാർ അങ്ങനെ ഒച്ചയും പൊളി ഉണ്ടാക്കും. എന്നിട്ട് ഒച്ച ഉണ്ടാക്കാതെ വെല്ല പൊയ്ക്കോ. നിക്കണോ ആരും കാണായിട്ട് പേടിച്ച് കിടക്കേ കാലം.
അതിന്റെ ഒച്ച കേട്ടിട്ട് നീച്ചി കാരണം അപ്പൊ നമ്മള് കുട്ടി ഉണ്ടായിട്ട് ആദ്യത്തെ നോമ്പല്ല റിതുവോ? അങ്ങനെ എല്ലാരും ചോറയും കാര്യമൊക്കെ കഴിഞ്ഞു. ഞമ്മളത് മാത്രം കഴിഞ്ഞില്ല അല്ലടാ. തിന്നാ നെയ്യത്തക്കണം. ഇപ്പൊ നെയ്യത്തച്ചില്ലേ? അപ്പൊ പാത്രങ്ങളൊക്കെ മോറാണ്ട് ഒക്കെ മോറിയിട്ട് ബാക്കി പരിപാടി.